ഗസയിൽ മൂന്നാം ദിവസവും ഇസ്രയേലിന്റെ കരയാക്രമണം തുടരുകയാണ്. ആക്രമണങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. സുരക്ഷിതമെന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന തെക്കൻ ഗസയിലെ അൽ മവാസിയിലും ആക്രമണമുണ്ടായി. ഗസയ്ക്ക് പിന്നാലെ ലെബനനിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു. തെക്കൻ ലെബനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ഇസ്രയേലിന്റെ നടപടികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതൃപ്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഗസയെ അവഗണിക്കാനാകില്ലെന്ന് പോപ്പ് ലൂയി 14 നിലപാട് വ്യക്തമാക്കി. يا ربي يا ربي يا ربي على اللي بصير. يا الله يا الله يا الله بسرعة يا الله انفجار ضخمة مثل السنين الآن. വടക്കൻ ഗസയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഷെയ്ഖ് റദ്വാൻ നഗരത്തിലേക്ക് ടാങ്കുകളും സൈനിക വാഹനങ്ങളും ഇരച്ചുകയറി. തെക്കൻ ഗസയിലെ അൽ മവാസിയെ ഇസ്രായേൽ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. ഗസയിലെ അൽ ഷിഫ ആശുപത്രിക്കടുത്തും അൽ അഹ്ലി ആശുപത്രിക്കടുത്തും നടത്തിയ ആക്രമണങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ കുട്ടികളെ ചികിത്സിക്കുന്ന അൽ റാൻഡസി ആശുപത്രിക്ക് നേരെ നടത്തിയ ബോംബാക്രമണം നടുക്കമുണ്ടാക്കി. 80ഓളം കുട്ടികൾ ചികിത്സയിലുണ്ടായിരുന്ന മുകളിലത്തെ നിലയിൽ 3 വട്ടമാണ് ബോംബാക്രമണം നടന്നത്. ഖാൻ യൂനിസിൽ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൽ പ്രവർത്തിച്ചിരുന്ന നഴ്സ് ഹുസൈൻ അൽ നജാർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിലുള്ള 10 ലക്ഷത്തോളം പേരിൽ 3.5 ലക്ഷത്തോളം പേർ നഗരം വിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അൽ റാഷിദ് തീരദേശ റോഡിന് പുറമെ പലായനത്തിനായി തുറന്ന സലാ അൽ ദിൻ തെരുവിലൂടെയുള്ള പാത നാളെ ഉച്ചയോടെ അടയ്ക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള വ്യാപാര വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശിച്ചു. ചൈന, ഖത്തർ, സൗദി അറേബ്യ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.